ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. ഇപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പരിപ്പ് പ്രഥമൻ കുക്കറിലാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള ചെറുപയർ പരിപ്പ് ഞാൻ ഈ പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ആകുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ നമ്മൾ വറുത്ത് ഇതേപോലെ നല്ല രീതിയിൽ കരിയാതെ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാമേ ഇതെങ്ങനെയാണ് വറുത്തെടുത്ത്. കണ്ടോ, ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വറുത്ത് നല്ല കരിഞ്ഞൊന്നും പോകാൻ നല്ല പെർഫെക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതെടുത്ത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യമേ വാഷ് ചെയ്യത്തില്ല, നമ്മളിത് നല്ല രീതിയിൽ വറുത്തതിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം ഉള്ള ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു ശർക്കര നല്ല രീതിയിലൊന്ന് അലിയിച്ചെടുക്കണം. ഈ 1.5 കപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. ഒരുപാട് മധുരമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ശർക്കര നല്ല രീതിയിലൊന്ന് ഉരുക്കിയെടുക്കാമേ. ഇപ്പോൾ ഇവിടെ കണ്ട ശർക്കര നല്ല രീതിയിൽ ഉരുക്കി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കുകയും ചെയ്യണം. അപ്പോൾ അതൊന്ന് അരിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിനി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു കുക്കറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ കുക്കറിലേക്ക് ഞാൻ കഴുകി റെഡിയാക്കി കൊണ്ടുവച്ചിരുന്ന ആ ഒരു ചെറുപയർ പരിപ്പിന് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് ചെറുപയർ പരിപ്പിന് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങ് അടച്ചു കൊടുക്കുക. അടച്ച് വിസിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു 5 വിസിലൊക്കെ അടുപ്പിച്ച് കുക്കറിൻ്റെ ആ പ്രഷറൊക്കെ പോയി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു വിസിൽ അങ്ങ് ഊരി മാറ്റാം. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ പരിപ്പ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത്, എന്നാൽ ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ശർക്കരപ്പാനിയില്ലേ, അത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ശർക്കരപ്പാനി ഈ ഒരു പരിപ്പിലോട്ടൊക്കെ പിടിച്ച് നല്ല രീതിയിലൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട നമ്മുടെ ശർക്കരപ്പാനി ആ ഒരു പരിപ്പിലോട്ടൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കുറുക്കി ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്കാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് 2ാം പാലാണ്. ഇപ്പോൾ 1ാം പാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1ാം പാൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കപ്പ് 2ാം പാലാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ ഇളക്കാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ആ 2ാം തേങ്ങാപ്പാലും കിടന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു 1ാം തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നല്ല രീതിയിൽ കൈയെടുക്കുക, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒന്ന് ആഡ് ചെയ്യണം. ആദ്യമേ തന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ചുക്കുപൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ചോപ്പ് ചെയ്തെടുത്തതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക.
അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പായസത്തിലേക്ക് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പരിപ്പ് പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും ഈ സദ്യക്ക് ഇതേപോലെ ഒരു പരിപ്പ് പ്രഥമൻ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.